ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി എന്നൊക്കെ പറയുന്ന പോലെ സിനിമ റിവ്യൂ ഏരിയയിലോട്ട് മലയാളികളുടെ ഒഫീഷ്യൽ എൻട്രി എന്ന് കരുതപ്പെടുന്ന അശ്വന്ത് കോക്കണ്ണൻ ഉണ്ടല്ലോ. പുള്ളി സത്യത്തിൽ പുള്ളി തന്നെ ഒരു കൾട്ടിനെ ക്രിയേറ്റ് ചെയ്യാണ്. പുള്ളി പറയുന്നത് വലിയ സംഭവമാണ്. പുള്ളി പറഞ്ഞാൽ പിന്നെ ഓക്കെ ആണെന്നൊക്കെ ഉള്ളൊരു ധാരണ ആൾക്കാരിൽ ഉണ്ടാക്കി വെക്കുക. ഇയാളുടെ അഭിപ്രായം കേട്ട് സിനിമ കാണാൻ പോകുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. അത് ഇയാളുടെ L3 എമ്പുരാനെ കുറിച്ചുള്ള റിവ്യൂ മാത്രമല്ല, മറ്റു പല സിനിമകളും ഉണ്ട്. ഇപ്പം ഭീഷ്മയെ കുറിച്ച് പുള്ളി പറഞ്ഞു, ബസൂക്ക. ഇതിനത്തരം പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇവിടുത്തെ നാടൻ ഫാൻ ബോയ് സംവിധാനമുണ്ടല്ലോ, അതാണ് പുള്ളിക്ക് അതിനകത്ത് വേണ്ടത്. ഇപ്പം മലയക്കോട്ട വാലിബിനെ പറ്റിയാണെങ്കിലും പുള്ളി പറഞ്ഞപ്പോൾ പുള്ളി അതിനകത്ത് ഫാൻ ബോയ് ഐറ്റം കിട്ടിയില്ല എന്നുള്ള കാര്യമാണ്. അല്ലാതെ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം പുള്ളി പറയുന്നില്ല. അപ്പോഴാണ് മറ്റേ തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്നൊരു സിനിമ വന്നില്ലേ, അതിനെപ്പറ്റി എന്തോ വലിയ കാര്യങ്ങൾ പറയുന്നത്. എന്നാ ജാണറുണ്ട്, അതിൻ്റെ പേരാണ് ആക്ഷൻ കോമഡി. അതിനകത്ത് തകർത്തു അത് കറക്റ്റായിട്ട് പണി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമാണ്. അതേപോലെ പണ്ണാൻ ആർക്കും പറ്റത്തില്ല. ഏതാണ്ടൊക്കെ ഇരുന്ന് പറയുക. അറ്റ് ലാസ്റ്റ് ഈ സിനിമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം തരം ഒരു പന്ന പടം. തമിഴന്മാർക്ക് പോലും പടം കണ്ടിട്ട് സൂഹിക്കുന്നില്ല. പക്ഷെ പുള്ളിക്ക് അത് ഭയങ്കര സംഭവമായി. സിനിമ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്ലോട്ട് ഇല്ല, കഥ സാധനം ഇല്ല. പിന്നെ എന്താണ് ഇപ്പൊ ഈ സിനിമ സംവിധാനം ചെയ്ത ഒരു പുള്ളിയുണ്ട്. പുള്ളി പുള്ളിയുടെ പേര് എന്തോ ഒരു പേര്, അതിൽ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പുള്ളി അജിത്തിന്റെ ഫാൻ ബോയ് എന്തോ ആണ്. അപ്പോൾ പുള്ളി ഫാൻ ബോയ് ആയതുകൊണ്ട് ഫാൻസിന് വേണ്ടി അജിത്തിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമ, അതാണ് ഈ സിനിമ. എൻ്റെ പേര് അജിത്ത് എന്നാ, എനിക്കത് കേൾക്കുന്ന നാണക്കേട് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇയാളെ പൊക്കി അടിക്കാൻ വേണ്ടി കുറെ ക്യാരക്ടേഴ്സ്, അവൻ വരുന്നു വറാർ എന്ന രീതിയിൽ കുറെ സാധനം. ഒരാവശ്യമില്ലാത്ത സ്റ്റണ്ട് സീന്. സിനിമ തുടങ്ങുമ്പോഴേ സ്റ്റണ്ടാ, ഫൈറ്റ്. എന്നിപ്പം ഏറ്റവും സംഭവം വില്ലനെ ഉപദേശിച്ചു വിടും, ഇതൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ പുള്ളി ഓക്കെ ഞാൻ നന്നായിക്കോളാം പറഞ്ഞിട്ട് പുള്ളി പോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആരാ ഈ കൈയടിക്കുന്നത്, അങ്ങനെ ആസ്വദിക്കുന്നത്? തമിഴ് സിനിമയുടെ റിവ്യൂ ചെയ്യുന്നവർ പോലും ഇത് നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. അവർ ചിലരൊക്കെ പറയുന്നത് ഇയാൾക്ക് ഈ ഡയറക്ടറിനെ അജിത്തിനോട് വലിയ ആരാധന ഉണ്ടെങ്കിൽ പുള്ളി അയാളുടെ വീട്ടിൽ പോയി കാവൽ കിടക്കുവോ, പുള്ളി ഇറങ്ങി വരുമ്പോഴും പോകുമ്പോഴൊക്കെ പുള്ളി ആരാധിച്ച് പാട്ട് പാടുവോ, പുള്ളിയുടെ ഫോട്ടോ വെച്ച് പൂജിക്കുവോ, അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്യുക എന്നുള്ളതല്ല. ഇത് ആൾക്കാരുടെ നെഞ്ചത്തോട്ട് തീർത്ത് അടിക്കുന്നത് എന്തിനാ? ഒരു കോമൺ പ്രേക്ഷകന്റെ നെഞ്ചത്തോട്ട് തീർത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്ക് ഭയങ്കര ഭ്രാന്താണ്, പുള്ളി അങ്ങനെ ചെയ്യട്ടെ. എന്തിനാ സിനിമയാക്കി ഇറക്കുന്നത് അവർ തന്നെ ചോദിക്കുന്നത്. പക്ഷെ കോക്കണ്ണൻ ഇത് വലിയ സംഭവമാണ്, മഹാസംഭവം. ഇവന്മാരെ ഒരു പ്രത്യേക തരത്തിൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവർക്ക് ഇതുകൊണ്ട് എന്തോ ലാഭം ഉണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ കാശ് മേടിച്ച് നക്കുന്നുണ്ടായിരിക്കും, അതാ അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ ഇപ്പം എന്ത് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നും അല്ല ഇവനൊന്നും. ഇവനൊക്കെ ഇതിന് എന്തോ പൈസ കിട്ടും, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും, ഫാൻസിൻ്റെ എന്തോ സംഭവം ഉണ്ട്, അത് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. സിനിമാക്കാർ കാശ് എടുക്കുന്നുണ്ടായിരിക്കും. ഇല്ലെന്നൊക്കെ പറയും, ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെ പിന്നെ ഇതേപറ്റി മോശമായിട്ടുള്ള സിനിമയെ പറ്റി ഇത്രയും വലിയൊരു അഭിപ്രായം പറയുന്നത് എന്തിനാ? എന്തോ വലിയ ഉണ്ടാക്കിയെന്നാ പറയുന്നത്. ഈ പടം സത്യത്തിൽ ഒരു മോശം പടമാണ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. അതിനകത്ത് യോഗി ബാബു ഒക്കെ വന്ന് പറയുന്നത് എന്നതാണെന്ന് പോലും മനസ്സിലാകത്തില്ല. ഭയങ്കര മനസ്സാണ്. ഇയാളെ എപ്പോഴും പൊക്കിയടിക്കാന്നുള്ളതാണ് സിനിമയുടെ പ്രധാന ഉദ്ദേശമേ. യോഗി ബാബുവിന് ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്. പുള്ളി പറയുന്ന ഡയലോഗും പുള്ളിയുടെ ലിപ്പുമായിട്ട് ഒരിക്കലും സിങ്ക് ആകത്തില്ല. എന്തൊക്കെയാ കാണിച്ചുകൊണ്ട് അടിച്ചു വിടുക. ആ ഒരൊറ്റ കുഴപ്പമുള്ളായിരുന്നു ഇതിന്. ഇതിനകത്ത് ബ്ലൂ സട്ട എന്ന് പറയുന്ന റിവ്യൂവർ പറഞ്ഞു 10 9 പൊരുത്തക്കേടുമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിനിടയ്ക്കാണ് യോഗി ബാബു വന്നത്. അപ്പോൾ 10 തികഞ്ഞു തീർന്നതുകൊണ്ട് ഈ സിനിമ ഇപ്പോൾ ആര് കാണാനാ? ഇപ്പോൾ ഫാൻസ് ഇടിച്ചു കയറി ഇതും കാണുമായിരിക്കും. എത്ര നാൾ കാണും? 2 ആഴ്ച. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആൾക്കാർ ഇത് കാണുകയല്ലേ. അപ്പം മനസ്സിലാവും ഇതെന്തോ പന്നപ്പടമാണ്. OTT വരുമല്ലോ, അപ്പോൾ ആൾക്കാർ ഇതിനായിട്ട് താറടിച്ചോളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ അഭിപ്രായം പറച്ചില്ല ഭയങ്കരമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഞാനാണെങ്കിലും സിനിമയെ പറ്റി അഭിപ്രായം പറയാറുണ്ട്. ഞാനതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഇതങ്ങനല്ല, ഇതും പറയുന്നതാണ് സിനിമ എന്നാണ് പറയുന്നത്. പക്ഷെ കുറെ ആൾക്കാർ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അശ്വന്ത് കോക്ക് പറഞ്ഞു ഇത് പൊളിച്ചെടുക്കും. പസോളിനിയെ പോലെ ബുദ്ധിയുള്ള ആൾ, അത്രയും വലിയ ഡയറക്ടറാകാൻ കഴിവുള്ള ആളാണ്. അത് പറ്റാതെ എന്തോ പുള്ളിക്ക് അസുഖമുള്ളതുകൊണ്ടാണ് പുള്ളി സിനിമ ചെയ്യാത്തത്. അത്ര വേൾഡ് ലെവൽ ആളാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ ഇയാളെ കൺസിഡർ ചെയ്യുന്നത്. അയാൾ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെന്ത് കൊണ്ടോ ഇത് ഒന്നാതെ ലോകമൊക്കെ മുമ്പോട്ട് പോകുമ്പോഴേ ഇന്ത്യക്കാർക്കും മലയാളിക്കും എന്തോ വിവരക്കേട് കൂടിക്കൂടി വന്നിട്ട് ഒരു സമയമാണ്. സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാക്കി കൊടുത്ത് അവരെ എന്തോ സെലിബ്രിറ്റി ആക്കി അവരെ എടുത്ത് തല വെച്ചിട്ട് നടക്കുക.
ഇങ്ങനത്തെ ഒരു നിലവാരമില്ലായ്മ, ഒരു വിലയില്ലായ്മ എന്നോട്ടാണ് മലയാളിക്ക് ഉണ്ടായെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവാത്തത്. തീരെ മോശം പടങ്ങൾ, തീരെ പന്ന പടങ്ങൾ എടുത്ത് ആഘോഷിക്കുക, ഭയങ്കര സംഭവമാണെന്ന് കരുതുക. 100 കോടി അടിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര അഭിമാനിക്കുക. എന്താ വെച്ചാൽ 100 കോടി ഇതിനൊക്കെ കിട്ടാൻ പോവല്ലേ, കിട്ടും, ഒരു ഉണ്ടാ കിട്ടത്തില്ല, ചുമ്മാ അങ്ങ് അഭിമാനിക്കുക. അയ്യേ, ഇതിനും ഭേദം തമിഴിനൊക്കെ തന്നെ കേട്ടോ. എനിക്ക് ഈ ഒരു അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, തമിഴ്ക്കാർക്ക് ഇതിനേക്കാളും ബോധമുണ്ട്. ഇത്രയും ബോധക്കേട് അവർക്കില്ല. അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു പന്നപ്പടമാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഏതാണ്ട് വലിയോ കോമഡി ആക്ഷൻ ഉണ്ടാക്കി ഭയങ്കര ഏരിയ, അത് ഭയങ്കര പണ്ണല്ല, പണ്ണെന്നാ പറയുന്നത്. ഓരോ മനുഷ്യന്മാരുടെ ഓരോ കാര്യം. ഇവനൊക്കെ സത്യത്തിൽ എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, എന്തോ കുഴപ്പം ആൾക്കാർക്ക് മൊത്തത്തിലുണ്ട്. എനിക്ക് പിന്നെ ഇതിനകത്ത് കാര്യം പറയാനുണ്ട്. ഈ ആർട്ടിസ്റ്റ്, സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഭയങ്കര ആർട്ടിസ്റ്റുകളാണ്, ഭയങ്കര ആർട്ടാണ്, ഇത് വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ അഭിനയിക്കുക എന്നുള്ളത് അത്ര വലിയൊരു ആർട്ടൊന്നും അല്ല. അതിനെ ആർട്ടായിട്ട് ആരും കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം ഈ അഭിനയം അല്ലെങ്കിൽ ഡാൻസ് എന്നുള്ള ഈ സാധനങ്ങൾക്ക് അതിനൊരു വാല്യൂ ഇല്ല. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല, സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം, കൊറിയോഗ്രാഫി ചെയ്യണം, സിനിമോട്ടോഗ്രാഫി ചെയ്യണം. അതൊരു ആക്ടിങ് ആണ്, അതൊരു ക്രിയേറ്റിവിറ്റി അല്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനങ്ങ് പറയുമോ. ഇപ്പോൾ ഒരു പെയിൻറ്റർ ചെയ്തൊരു പെയിൻറ്റിങ്, ഇപ്പോൾ വാൻഗോ ചെയ്താണെന്ന് കരുതിക്കോ, അയാളെയാണല്ലോ എല്ലാവർക്കും അറിയാവുന്നത്. അതിന് എടുത്ത് അതിൻ്റെ ഒരു കോപ്പി മേടിച്ച് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനലിന് ഒരു വാല്യൂ ഉണ്ടല്ലോ, ഒരു മാർക്കറ്റ് വാല്യൂ. ആ വാല്യൂ സിനിമയ്ക്കോ ഇതിനൊന്നും ഇല്ല. സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ആർട്ടായിട്ട് കാണാം, നല്ല ഫിലിം മേക്കേഴ്സ് അതിനെ ഉണ്ടാക്കുമ്പോൾ. അതിന് റിപ്പീറ്റ് വാച്ചിങ് വാല്യൂ ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളും കാണും. അല്ലെങ്കിൽ അഭിനയിച്ച വലിയ ആർട്ടിസ്റ്റാണ്, ഉമ്മാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊണാണ്ടർമാർ, അമ്മയുടെ ഫാനാകണം എന്നൊക്കെ കരുതുന്ന ഒരു മണ്ടത്തരമാണ്, ഒരു വിലയില്ലായ്മയാണ് കേട്ടോ. ഈ ആടിൻ്റെ പുറകെ ആട് പോകുന്ന പോലെ എല്ലാം കൂടെ അതിൻ്റെ പുറകെ അങ്ങ് പോവുക. വ്യക്തിത്വം ഇല്ലാന്നൊരു കാര്യമുണ്ട്, വ്യക്തിത്വം ഇല്ലായ്മ. കുറേ ആൾക്കാർ ഇപ്പോൾ എന്തോ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ടല്ലോ, ഈ ഫോട്ടോ എടുത്തിട്ട് അതിനെ അനിമി ക്യാരക്ടർ പോലെ ആക്കുക എന്ന് പറഞ്ഞ പരിപാടി. ഒരാൾ ചെയ്യുന്നു, വേറെ ആൾ ചെയ്യുന്നു, അടുത്തൊരാൾ ചെയ്യുന്നു, അതാണ് ട്രെൻഡ്. അതനുസരിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, വേറെ ഒന്നും അറിയത്തില്ല, അതേ അറിയത്തുള്ളൂ. ഫോളോ ചെയ്യാണ് കുറേ ആൾക്കാരെ, ഫോളോയിങ്, അല്ലാതെ സ്വന്തമായിട്ട് ഒന്നുമില്ല. ഇത് വല്ലാത്ത ദാരിദ്ര്യമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പം എനിക്ക് വരുന്ന ചില കമൻസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പം ഇത് പറയാം നീ ആരാ എന്നൊക്കെ ഉള്ള ചോദ്യം. അത് പറയാൻ എനിക്കിതൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതിനിപ്പോൾ ആരാകണം എന്നൊന്നുമില്ല. അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നതും നിങ്ങൾക്കത് പറയാൻ പറ്റാത്തതും. അതാണ് എൻ്റെ ക്വാളിറ്റി. അത് മതി ഇപ്പോൾ തൽക്കാലം. അല്ലാതെ എൻ്റെ വലിയ യോഗ്യതയൊന്നും നിങ്ങളാരും തിരക്കൊന്നും വേണ്ട. ഇത് വല്ലാത്ത കേസ് കിട്ട്. മലയാള സിനിമ തീർന്നു, മലയാളിയും തീർന്നു. മലയാളിക്ക് ആകെ ദാരിദ്ര്യമാണ്, ഒരു രക്ഷയില്ല. ആശയ ദാരിദ്ര്യം, ആർട്ടിസ്റ്റിക് വാല്യൂ ഇല്ലാതിരിക്കുക, വിവരക്കേട്, ആരാധന. നേരത്തെ തമിഴന്മാരായിരുന്നു ഇവിടെ പോസ്റ്ററിലൊക്കെ പാലൊഴിച്ചുകൊണ്ടിരുന്നത്, തമിഴ്നാട്ടിലൊക്കെ. അപ്പം നമ്മളെ കാണുമ്പോൾ ചിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് തമാശയാകും, ഈ വട്ടന്മാരല്ലേ ഇത് ചെയ്യുന്നല്ലോ നോക്കും. ഇപ്പം ഇവിടെ അതാ പരിപാടി. അപ്പോൾ അത്രത്തോളം പുരോഗമിച്ച് നമ്മുടെ പുരോഗമനം എങ്ങനെയാണ്, പടവലങ്ങ പോലെ കീഴോട്ട്. അങ്ങനെ കുറേ മാര് ഉണ്ട്. ഒരാൾ സിനിമ ബസ്സൊക്കെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ അടി ഉണ്ടാക്കുന്നു. നല്ല നല്ല ഉണ്ടാക്കായത്. നാണവന്മാരും ഇല്ലല്ലോ, ഉളുപ്പൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇവരുടെ ഈ ഇങ്ങനത്തെ പരിപാടികളോട് നടക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ. നാണവും മാനവും ഉളുപ്പവും ഒന്നുമില്ല, വ്യക്തിത്വവും ഇല്ല, ചിന്താശേഷിയില്ല. എൻ്റെ താടിയൊക്കെ നരച്ചിരിക്കുന്ന കണ്ടിട്ട് ആൾക്കാർ പറയുന്നു ചാവറായില്ലേ കളവാന്നൊക്കെ. ഞാൻ കളവനായിക്കോട്ടെ, എനിക്ക് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അത്ര പ്രായമൊന്നുമില്ല. അയാളെ എന്നിട്ട് വലിയ സ്റ്റൈല്, മമ്മൂട്ടിയുടെ സ്റ്റൈല് കാണിക്കാൻ വേണ്ടിയാണ് സിനിമ വരുന്നതൊക്കെ പറയുന്നില്ലേ. ഈ സ്റ്റൈല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലേ സിനിമയ്ക്കകത്ത്? അതൊക്കെ ഭയങ്കര സ്റ്റൈലാണ്, എന്നിട്ട് നമ്മളെ കുറ്റം പറയും. എന്തായാലും ഇവനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പുറകെ കൂടാൻ ആൾക്കാരുണ്ട്, നല്ലതാണ്, വലിയ ക്വാളിറ്റിയാണ്. മലയാളിയുടെ ഞങ്ങൾ ബീഫ് തിന്നെന്ന് പറയില്ലേ, എന്നെ പറഞ്ഞാൽ മലയാളി ബീഫ് തിന്നും. മലയാളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ബീഫ് തിന്നും. മലയാളി സാർ 100% ലിറ്ററസി സാർ, അതുകൊണ്ട് ഞങ്ങൾ ബീഫ് തിന്നുന്നൊക്കെ ചില വലിയ മാസം വീഡിയോയാണ്. പിന്നെ ഭയങ്കര സംഭവമല്ലേ ബീഫ് തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ കൊള്ളാം.